രാജ്യത്തെ ഗാർഹിക ഉപഭോക്താക്കൾക്ക് 100% പാചകവാതക വിതരണം ഉറപ്പാക്കിയെന്ന് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം. LPG വിതരണത്തിൽ തടസ്സങ്ങളോ സ്റ്റോക്ക് ലഭ്യമല്ലാത്ത അവസ്ഥയോ ഉണ്ടായിട്ടില്ല. വാണിജ്യ ആവശ്യത്തിലുള്ള സിലിണ്ടറുകളുടെ വിതരണം 70% വർദ്ധിപ്പിച്ചെന്നും പെട്രോളിയം മന്ത്രാലയം അറിയിച്ചു. അതേസമയം 20,400 മെട്രിക് ടൺ LPGയുമായി ഇന്ത്യൻ കപ്പൽ ജഗ് വിക്രം ഹോർമുസ് കടലിടുക്ക് കടന്നു. വിവരങ്ങളുമായി എസ് നന്ദഗോപൻ ഒപ്പം ചേരുന്നു. നന്ദഗോപൻ, ഈ LPG പ്രതിസന്ധി എന്ന വാർത്ത പശ്ചിമേഷ്യൻ അശാന്ത സാഹചര്യത്തിൽ പതിവായി നമ്മൾ കേട്ടതാണ്. പക്ഷേ അപ്പോഴും ഈ ഉപരോധമൊക്കെ ഉണ്ടായപ്പോഴും മറ്റ് രാജ്യങ്ങളുടെ കപ്പലുകൾ കടത്തിവിടാത്ത സാഹചര്യം ഉണ്ടായപ്പോഴും പൈലറ്റ് പോലുമില്ലാതെ നമ്മുടെ കപ്പലുകൾ തലയെടുപ്പോടെ വന്നത് എല്ലാ ദിവസങ്ങളിലും വാർത്തയായിരുന്നു. ഇപ്പോഴിതാ മറ്റൊരു കപ്പൽ കൂടി വരുന്നുണ്ട്. അപ്പോഴാണ് കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം പറയുന്നത് ഇവിടെ ഒരു തരത്തിലുള്ള പ്രതിസന്ധിയും ഉണ്ടായിട്ടില്ല, 100% പാചകവാതക വിതരണം ഉറപ്പാക്കി എന്ന്. വിവരങ്ങൾ കൃഷ്ണരാജ്, കേരളത്തിലടക്കം തെരഞ്ഞെടുപ്പെടുത്തപ്പോൾ വ്യാപകമായി പ്രതിപക്ഷ പാർട്ടികൾ പ്രചരിപ്പിച്ചതാണ് രാജ്യത്ത് ഇന്ധന പ്രതിസന്ധി നിലനിൽക്കുന്നു, പാചകവാതക പ്രതിസന്ധി നിലനിൽക്കുന്നു, വീട്ടമ്മമാർ കണ്ണീരിലായി തുടങ്ങി വലിയ രീതിയിലുള്ള കുപ്രചരണങ്ങൾ അഴിച്ചുവിട്ടിരുന്നു. എന്നാൽ അന്നും കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം അതൊക്കെ അവാസ്തവമാണ്, വ്യാജ പ്രചരണങ്ങളാണ് എന്ന് സ്ഥിരീകരിച്ചിരുന്നു. ഏറ്റവും ഒടുവിലായി ഇപ്പോൾ ഈ പശ്ചിമേഷ്യൻ പ്രതിസന്ധി ഇത്ര പ്രതിസന്ധിയിലായി അല്ലെങ്കിൽ ഇത്ര രൂക്ഷമായി നിലനിൽക്കുമ്പോഴും രാജ്യത്ത് ഒരു തരത്തിലുള്ള ഈ പാചകവാതക പ്രതിസന്ധിയും ഇല്ല എന്നുള്ളത് വീണ്ടും പെട്രോളിയം മന്ത്രാലയം ചൂണ്ടിക്കാണിക്കുകയാണ്. ആവശ്യാനുസരണം ഭാരതത്തിൽ ഈ ഇന്ധനം അല്ലെങ്കിൽ പാചകവാതക അടക്കമുള്ള ഇന്ധനങ്ങൾ ഇപ്പോൾ കരുതൽ ശേഖരമായി നിലനിൽക്കുന്നു. ഇത് കൂടാതെയാണ് ഹോർമുസ് കടലിടുക്ക് കടന്ന് കൂടുതൽ ഇന്ത്യൻ കപ്പലുകൾ ഭാരതത്തിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. നാളെ ജഗ് വിക്രം എന്നുള്ള കപ്പൽ ഗുജറാത്തിലെ കണ്ടല തുറമുഖത്ത് എത്തും. ഏതാണ്ട് 20,400 മെട്രിക് ടൺ LPG ആണ് അതിൽ ഉള്ളത്. അതിന് മുമ്പ് ഈ ഗ്രീൻ ആശ എന്നുള്ള കപ്പൽ കഴിഞ്ഞ 9-ാം തീയതി മുംബൈയില് NGPA തുറമുഖത്ത് സുരക്ഷിതമായി എത്തിച്ചേർന്നിരുന്നു. ഇങ്ങനെ രാജ്യത്ത് ഇടതടവില്ലാതെ ഹോർമുസ് കടലിടുക്ക് കടന്ന് ഭാരതത്തിന്റെ പതാക വഹിക്കുന്ന കപ്പലുകൾ നിരന്തരമായി ഭാരതത്തിന്റെ നമ്മുടെ തുറമുഖങ്ങളിലേക്ക് എത്തുന്നു. ഒരു തരത്തിലുള്ള പ്രതിസന്ധികളും നിലനിൽക്കുന്നില്ല ഈ പാചകവാതക മേഖലയിൽ എന്നുള്ളതാണ് പ്രധാനമായും ചൂണ്ടിക്കാണിക്കുന്നത്. അതേപോലെ തന്നെ ഈ പാചകവാതകത്തിന്റെ ബുക്കിംഗിൽ ഇപ്പോൾ ഏതാണ്ട് 92% ഈ OTP അധിഷ്ഠിത ഡെലിവറി ആക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ചൂണ്ടിക്കാണിക്കപ്പെടുന്നത്. അതേപോലെ തന്നെ വാണിജ്യ ആവശ്യത്തിലുള്ള സിലിണ്ടറുകളുടെ വിതരണം മുമ്പത്തെ അപേക്ഷിച്ച് ഏതാണ്ട് 70% വർദ്ധിച്ചിട്ടുണ്ട്. അതിഥി തൊഴിലാളികൾക്കായി 5 കിലോയുടെ FTL സിലിണ്ടറുകളുടെ വിതരണം ഇരട്ടിയാക്കാൻ ഇപ്പോൾ സർക്കാർ തീരുമാനിച്ചിരിക്കുകയാണ്. അതേപോലെ തന്നെ LPGക്ക് പകരമായിട്ട് ഈ പൈപ്ഡ് നാച്ചുറൽ ഗ്യാസ് PNG പ്രോത്സാഹിപ്പിക്കുന്ന സംസ്ഥാനങ്ങൾക്ക് കൂടുതൽ വാണിജ്യ സിലിണ്ടറുകളുടെ വിഹിതം നൽകുവാൻ വേണ്ടിയും തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം തന്നെ കരിഞ്ചന്തയും പൂഴ്ചവെപ്പും തടയാൻ വേണ്ടി രാജ്യവ്യാപകമായി ഏതാണ്ട് 3,400-ലധികം റെയ്ഡുകൾ നടത്തിയെന്നുള്ളതാണ് പ്രധാനമായും പെട്രോളിയം മന്ത്രാലയം വ്യക്തമാക്കുന്നത്. ശരി, എസ് നന്ദഗോപനാണ് വിവരങ്ങൾ നൽകിയത്.